देखी चालू नो मारी दबू ना करो सोला सॉरी टॉपिक कोही पारू नो यूजलेस वाडे जाऊची के हो मारी दबू ना मोरी बा നമസ്കാര ആഗ്യ കെമിത്തി സബു ഭോലോ തോ മലയാളം പറയട ചെക്ക നിന്റെ മുടിയൊക്കെ പോയോ ഇവിടെ കാച്ചിയ വെളിച്ചെണ്ണ ഒന്നും കിട്ടൂലേ ഒരേ നീലഭൃങ്ങാതി വേണമെങ്കിൽ ഇവിടെ കാച്ചി തരും കൂട്ടൊന്നും മറന്ന കാണില്ല പിന്നെ ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ നല്ല കാച്ചുണ്ടൊന്നും കിട്ടൂല പിന്നെ യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ ജോസഫ് ഒരു 10 മിനിറ്റ് മുമ്പ് വിളിച്ചു വെച്ചതേ ഉള്ളൂ ആ നല്ല വിശപ്പുണ്ട് ട്രെയിനിലെ ഭക്ഷണമൊക്കെ ഒരു വകയായിരുന്നു പാലക്കാരൻ ഒരു അച്ചായന്റെ കടയുണ്ട് ഇവിടെ സൂക്ഷിച്ച് നമ്മുടെ നാട്ടിലെ ഉള്ളി സംബന്ധി വരെ കിട്ടും എനിക്ക് ചോറും ഡാൽമയും ബൊറയും വേണം ചൂടുണ്ടെങ്കിൽ ഒരു ചെന്നാപ്പോടോയും ഇവിടുന്ന് കഞ്ചാമിലേക്ക് എത്ര സമയം എടുക്കും കൂടി വന്ന ഒരു 200 കിലോമീറ്റർ കാണും ഏതാണ്ട് ഒരു 4 മണിക്കൂർ അഗ്നിപൗർണമിയുടെ വൈക്കോൽ കൂന ഇപ്പോഴും കിഴക്കോട്ട് തന്നെയാണോ നീല വീഴുന്നത് അതൊക്കെ പഴയ ആചാരങ്ങളല്ലേ ചേച്ചി ഗഞ്ചാമിൽ ഇപ്പം അതൊന്നുമില്ല കൊയ്ത്തെല്ലാം മിഷനാ അതുകൊണ്ടായിരിക്കാം പത്രങ്ങളൊക്കെ വിട്ട് ഒറിയൻ പട്ടിണി ഗ്രാമങ്ങളെക്കുറിച്ച് എഴുതുന്നത് അല്ല എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം ഈ വയസ്സുകാലത്ത് ഒരു 2ാം ഹണിമൂൺ ഉദ്ദേശം പലതുണ്ട് പറയാം നീ തൽക്കാലം മുമ്പോട്ട് നോക്കി വണ്ടി ഓടിക്കുന്നില്ല മുമ്പോട്ടോ പുറകോട്ടോ എന്ന് നിശ്ചയമില്ലാത്ത ഈ റെയിൽപാളങ്ങളാണ് ഓർമ്മകളുടെ സഞ്ചാരപഥങ്ങളിൽ പ്രണയത്തിൻ്റെ അനിവാര്യമായ ഒടുങ്ങൽ ഈ ഇരുമ്പ് പാളങ്ങളിലായി തീരുമായിരുന്നു ഖാലിദും ത്രിമൂർത്തിയും ചേർന്ന് കൊണ്ടുവന്ന ഗുഡ്സ് ട്രെയിൻ ആ സമയത്ത് അവിടെ എത്തിച്ചേർന്നില്ലായിരുന്നെങ്കിൽ 30 വർഷങ്ങൾക്ക് മുൻപത്തെ ഒരു മാഘമാസത്തിലെ തണുത്തുറഞ്ഞ ആ പൗർണമി രാത്രി വാനവും ഭൂമിയും പ്രകൃതിയുമെല്ലാം തണുത്തു മരവിച്ച് കിടന്നിട്ടും മരവിച്ചു പോകുന്നില്ല ആ രാത്രിയുടെ ഓർമ്മകൾ പശിക്കത് സാർ പശിക്കത് എന്തെങ്കിലും എടുത്ത് നക്കണമെങ്കിൽ നക്കടാ അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധിക്കും മരിക്കരുത് എഴുന്നേൽക്ക് അപ്പൻ പഠിപ്പിച്ച പോലെ വാക്കാണ് പ്രധാനം എഴുന്നേറ്റ് പോയി കൊടുത്ത വാക്ക് പാലിക്ക് ପାଳ ତ ବଢି ବଢି ପାହାଡ଼ ହେଲାଣି ତୁ ତ ଭାଗର ପାଳ ତେଲୁ କିଲୋ ସୁନେଇ ഇല്ലപ്പാ എനിക്ക് മരിക്കാൻ മനസ്സില്ല ഏതായുധം വന്നാലും ରଙ୍ଗ କାହିଁକି ମଉଳି ଯାଇଚିଲୋ ସୁନା
ଟିକେ ହସି ଦେଇଲୋ ଗେହ୍ଲେଇ ରାଣୀ। ഞാൻ നിന്റെ കാവൽപ്പട്ടിയാണെങ്കിൽ അവസാന ശ്വാസം വരെ നിന്റെ കൂടെ തന്നെ ഉണ്ടാവടി. ഗോതമ്പ് നിറമുള്ള ഓറിയാക്കാരുത്തി. ഇതാണ് പണ്ട് കലിംഗദേശമെന്ന് കേൾവി കേട്ടിരുന്ന ഒറീസ എന്ന ഇന്നത്തെ ഒഡീഷ. ഭക്തിയും രതിയും സ്നേഹവും അന്ധവിശ്വാസങ്ങളും അന്തർധാരയായി ഒഴുകുന്ന 5000 വർഷം പഴക്കമുള്ള മറ്റൊരു ദക്ഷിണേന്ത്യൻ പൈതൃകം. ലോകം വളരുന്നെങ്കിലും നാട് വളരാത്ത ഗഞ്ചാം എന്ന ഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് 35 വർഷം മുമ്പാണ് ഈ കഥ തുടങ്ങുന്നത്. ഗഞ്ചാമിലെ ഗോണ്ടുകൾക്കിടയിൽ ഗോവിന്ദചന്ദ്ര ശ്രീരാമകീർത്തനങ്ങൾ പാടിക്കഴിയുന്ന സുന്ദരപാണ്ഡേക്കും രത്നവല്ലിക്കും 2 സുന്ദരികളായ പെൺമക്കളുണ്ടായിരുന്നു, ചന്ദ്രഭാഗയും സുനേയിയും. പുരി ജഗന്നാഥന് മുമ്പിലെ മഹാരികളെന്നറിയപ്പെട്ട ദേവദാസികൾ കാലം ചെയ്തിട്ടും അഭിനവ ജഗന്നാഥന്മാർക്ക് ആ പെൺശരീരങ്ങൾ എന്നും ആവശ്യമായിരുന്നു. കൊണാർക്കിലെ ചലിക്കുന്ന ശില്പം പോലെ ചന്ദ്രഭാഗ ഇന്ന് ജന്മിത്വത്തിന്റെ പൗരോഹിത്യമുള്ള കാമദേവ പ്രധാന്റെ കൊട്ടാരത്തിലെ അകത്തളത്തിലുണ്ട്. തണുപ്പിനോട് ഔപചാരികമായി വിട ചൊല്ലി ചൂടിനെ സ്വാഗതം ചെയ്യുന്ന അഗ്നിപൗർണമി നാളിൽ 18 തികയുന്ന സുനേയിയും ഈ കാമബലിക്ക് ഇരയാകേണ്ടവളാണ് എന്നത് നിയോഗം. ഇത് ഗഞ്ചാമിലെ മാത്രം കഥയല്ല, ഏത് ഇന്ത്യൻ തെരുവോരത്തെയും പെൺശരീരങ്ങളുടെ കഥനകഥയാണ്. ଆପଣମାନେ ଶୁଣିଥିବେ ମୁଁ ଆଗରୁ ଚନ୍ଦ୍ରଭାଗା കേട്ട് കാണും. ନଦୀ ଥିଲି. ഞാനൊരു പുഴയായിരുന്നു, ചന്ദ്രഭാഗ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്നിൽ മുങ്ങിക്കുളിച്ച് സൂര്യനെ വന്ദിക്കാത്തവർ ഈ ഒറീസയിലുണ്ടാവില്ല. സൂര്യക്ഷേത്രത്തിന് ഓരം ചേർന്നാണ് ഞാൻ ഒഴുകിയിരുന്നതെങ്കിലും എന്തിനാണ് അയാൾ എന്നെ കാമിക്കാൻ വന്നത്? എനിക്കെന്നും ഇഷ്ടം നിലാവത്തിങ്ങനെ തിളങ്ങുന്ന ഈ ചന്ദ്രനെയാണ്. അതുകൊണ്ടല്ലേ പിടിച്ചടക്കാൻ വന്നപ്പോൾ ഞാൻ ഓടി കടലിൽ ചാടി പാതിവൃത്യം രക്ഷിച്ചത്. പ്രണയം പിടിച്ചടക്കാനുള്ളതല്ല ബാബു, പരസ്പരം പൂ പോലെ പറിച്ചെടുക്കാനുള്ളതാണ്.